അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിലായിരുന്നു ലീലയും അവളുടെ മകളായ ചക്കയും താമസിച്ചിരുന്നത്. അവർ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. ലീലയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിരുന്നു. ഒരു ദിവസം ചക്കയും മീനാക്ഷിയും നല്ല കൂട്ടുകാരികളാണ്. മീനാക്ഷി നല്ല സമ്പത്തുള്ള വീട്ടിലെ കുട്ടിയാണ്. ചക്കി, ഇന്ന് എനിക്ക് എന്റെ അമ്മ കേക്ക് മേടിച്ചു തരും. നല്ല രസമായിരിക്കും കേക്ക് തിന്നാന്. ഇതും പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്നും പോയി. ചക്കി മീനാക്ഷി പോകുന്നത് സങ്കടത്തോടെ നോക്കി നിന്നു. ചക്കി ഇതുവരെ കേക്ക് കഴിച്ചിട്ടേയില്ല. അങ്ങനെ അവൾ വീട്ടിലേക്ക് പോയി. അമ്മേ, ഇന്ന് മീനാക്ഷിക്ക് അവളുടെ അമ്മ നല്ല കേക്ക് മേടിച്ചു കൊടുത്തു. എനിക്കും മേടിച്ചു തരൂ അമ്മേ. ഇത് കേട്ടപ്പോൾ ലീലക്ക് സങ്കടമായി. അവളുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറെ പൈസ ഉണ്ടെങ്കിൽ അവൾക്ക് നല്ല ഒരു കേക്ക് മേടിച്ചു കൊടുക്കാമായിരുന്നു. ലീല ഇങ്ങനെ ചിന്തിച്ച് ജോലിക്ക് പോയി. ജോലിക്ക് പോകുമ്പോഴും ലീലയുടെ ചിന്ത ഇതായിരുന്നു: കുറെ അധികം പൈസ ഉണ്ടെങ്കിൽ എൻ്റെ മോൾക്കും ഒരു കേക്ക് മേടിച്ചു കൊടുക്കാം. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് ഒരു സന്യാസി ഇരുന്ന് കണ്ടു. സന്യാസി ചോദിച്ചു: മകളെ, എന്താ നിന്റെ വിഷമം? എൻ്റെ മകൾക്ക് കേക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എൻ്റെ കയ്യിൽ കാശില്ല. ഇത് കൊണ്ടുപോയി നിന്റെ തൊടിയിൽ കുഴിച്ചിടണം. അടുത്ത ദിവസം കുറെ കേക്ക് മരം ഉണ്ടാകും. അങ്ങനെ നിനക്ക് നിന്റെ മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം. അങ്ങനെ ലീല അത് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. തന്റെ തൊടിയിൽ വിത്തുകളെല്ലാം കുഴിച്ചിട്ടു. അപ്പോൾ അവിടേക്ക് ചക്കി വന്നു. ചക്കി ചോദിച്ചു: അമ്മേ, അമ്മ എന്താ ചെയ്യുന്നത്? ഞാൻ കേക്ക് ചെടിയുടെ വിത്തിടുകയാണ് മോളെ. കേക്കിന്റെ വിത്തോ? അതെ മോളെ, ഒരു സന്യാസി തന്നതാ. മോളെ, കേക്ക് ഉണ്ടായാൽ നമുക്ക് കേക്ക് കഴിക്കുകയും ചെയ്യാം, കേക്ക് വിൽക്കുകയും ചെയ്യാം. അത് വിറ്റ് നമുക്ക് ധാരാളം പൈസ ഉണ്ടാകും. അപ്പോൾ നമുക്ക് വലിയ പൈസക്കാരാകും. അങ്ങനെ ലീലക്ക് അത്യാഗ്രഹമായി. അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ടും ലീലക്ക് ഒരു സമാധാനവും കിട്ടിയില്ല. കേക്ക് വിറ്റിട്ട് വലിയ പണക്കാരിയാണെന്ന് ആലോചിച്ച് അവൾക്ക് അത്യാഗ്രഹമായി മാറി. പിറ്റേ ദിവസം അവർ രണ്ടുപേരും തന്റെ തൊടിയിലേക്ക് പോയി. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ സന്യാസിയെ കാണാൻ പോയി. നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് കേക്ക് ചെടി ഉണ്ടാവുമെന്ന്? പക്ഷെ ഒറ്റ വിത്ത് മുളച്ചില്ല. നിനക്ക് പൈസക്ക് അത്യാഗ്രഹം വന്നോ? അതുകൊണ്ടാണ് വിത്ത് മുളക്കാത്തത്. നിനക്ക് വിത്ത് തന്നത് നിന്റെ മകന്റെ ആശ തീർക്കാൻ വേണ്ടിയാണ്. ഇതാ, ഇത് കൊണ്ടുപോയിക്കോളൂ മകളെ. എന്നിട്ട് നിനക്ക് നിന്റെ മകളുടെ ആഗ്രഹം സാധിക്കണമെന്ന് പറഞ്ഞ് വിത്തുകൾ കുഴിച്ചിടണം. അപ്പോൾ കേക്ക് ചെടികൾ ഉണ്ടാകും. വിൽക്കാൻ നീ ആഗ്രഹിക്കരുത്. അങ്ങനെ ലീല വിത്ത് കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. വിത്ത് തന്റെ തൊടിയിൽ കുഴിച്ചിട്ടു. പിറ്റേ ദിവസം അവൾ വന്നു നോക്കിയപ്പോൾ അതാ കേക്ക് ചെടികൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അവൾക്ക് തന്റെ തെറ്റു മനസ്സിലായി. അവൾ വിചാരിച്ചു, തന്റെ അത്യാഗ്രഹമാണ് ഇതിനെല്ലാം കാരണമെന്ന് അവൾക്ക് മനസ്സിലായി.